ഇപ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ സർപ്രൈസും ആവണ്ട. ചില BJP നേതാക്കന്മാർ നിൽക്കുന്നിടത്ത് അവർക്കെതിരായിട്ട് പോലും ഞാൻ പോയിട്ട് സംസാരിക്കാൻ പോകും. ഞാൻ BJP എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്ന ജനദ്രോഹം, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ ഇനിയും ഇലക്ഷൻ നിർത്തിക്കൊണ്ട് ഇവരെ ജയിക്കില്ല ഏതായാലും. അപ്പം അത് ജനം തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ അവരെ എക്സ്പോസ് ചെയ്യേണ്ടതും എനിക്കൊരു കടമയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങളെല്ലാ ജനങ്ങളോടും ഇതുപോലുള്ള ഒരു സേവനവും ചെയ്യാതെ നിങ്ങൾ സേവനം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇലക്ഷൻ്റെ സമയത്ത് മാത്രം നിങ്ങളുടെ ഓഡിയും കാണുക. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഐ ഡോണ്ട് നോ വൈ സെൻട്രലിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ. BJPയുടെ നേതാവെന്ന് പറയുന്ന ആൾ എവിടെയാണ് കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആക്ച്വലി ജനസേവനമാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നാലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലത്തേക്ക് ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പാർട്ടിയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഇറ്റ്സ് എ ഡേർട്ടി ഗെയിം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഗെയിമിനകത്ത് കിടന്ന് കളിക്കുന്നവർ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള ആളുകളാണ്. അവർക്ക് പറ്റും, എന്നെ കൊണ്ട് അത് പറ്റില്ല. ഇവിടെ സെൻട്രലിൽ BJP ആണെന്നും പറഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ അഡ്വാൻറ്റേജ് വാങ്ങിക്കുന്ന നേതാക്കന്മാരെയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് സെൻറ്റർ കൊടുക്കുന്നത് പോലും, ആ ന്യൂസ് പോലും ജനങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം പിന്നെ ഭീമൻ രഘുവേട്ടൻ പോയി അല്ലെങ്കിൽ രാജസേനൻ പോയി, അതൊന്നും തോന്നില്ല. അവർക്ക് അവർ കൺവിൻസായി, ഓക്കെ ഞാനിവിടെ വന്നിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാറിപ്പോവുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം BJPക്കാരനായതുകൊണ്ട് സിനിമയിൽ ഇതില്ല എന്നുള്ളത്. ഇപ്പം ഇവിടെ പലരും പറയും ജിഹാദി ഗ്രൂപ്പുണ്ട്, കഞ്ചാവ് ഗ്രൂപ്പുണ്ട്, BJP ഗ്രൂപ്പൊന്നുമില്ല. BJP അല്ലെങ്കിലും ഇവിടെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കൾ. എന്നാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പടത്തിന് ഇവിടുത്തെ BJPക്കാർ ഇത്രയും വലിയ സ്ട്രോങ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ പടത്തെ വിജയിപ്പിച്ചില്ല? ഇവിടെ കുറച്ച് ആളുകൾ ആ പടം അവരുടെ കുട്ടികൾ കാണണമെന്ന് പറഞ്ഞാൽ അവർ സ്പോൺസർ ചെയ്തിട്ട് ആ പടങ്ങൾ കാണിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ വേറെ മാളികപ്പുറം വിജയിച്ചു എന്ന് പറഞ്ഞു, അത് ഇവിടുത്തെ BJPയുടെ നേതാവ് പടം കാണാൻ പറഞ്ഞുകൊണ്ടൊന്നല്ലത്. അതും ജനങ്ങളുടെ മനസ്സിനകത്തുള്ള അയ്യപ്പ വികാരമായിരുന്നത്. അതുകൊണ്ടാണ് ജയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊന്നും പറഞ്ഞാലൊന്നും ജനങ്ങളൊന്നും കേൾക്കില്ല. ഇപ്പോഴത്തെ നേതാക്കന്മാർ നിൽക്കുന്നവർ ആദ്യം ഇതൊക്കെ മാറ്റിയിട്ട് സാധാരണഗതിയിലുള്ള ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇപ്പം ഞാൻ കാണുന്നത്, ഞാൻ പലപ്പോഴും പല ഇതിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സേവാഭാരതിയുടെ പിള്ളേർ, ചെറുപ്പക്കാർ, അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥത ഞാൻ കാണുന്ന സമയത്ത് അവർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നതിൻ്റെ സൈഡിൽ കൂടെ പോയി കിടന്നുറങ്ങുന്നുമുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊന്നും, ഇപ്പം എൻ്റെ ഒരു സിനിമാ ജീവിതം എന്ന് പറയുന്നത് 17 വർഷമായിട്ട് ഞാൻ എൻ്റെ 2006 കീർത്തിചക്ര തൊട്ട് ഇതുവരയ്ക്കും എൻ്റെ ലൊക്കേഷനിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് മമ്മൂക്ക, മോഹൻലാൽ, പൃഥ്വിരാജ് ആൻഡ് ദിലീപ്, ഈ 4 പേരെ വെച്ചിട്ട് ഞാൻ പടം ചെയ്തിട്ടുള്ളൂ. ഈ ലൊക്കേഷനൊന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുമില്ല. അവരൊക്കെ ഡിസിപ്ലിൻഡും ആയിരുന്നു. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞാനതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജു, ദിലീപ്, മമ്മൂക്ക, മോഹൻലാൽ സിഗരറ്റ് പോലും വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലീവ് അപ്പാർട്ട് കഞ്ചാവും മറ്റൊന്നും, സിഗരറ്റ് പോലും വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ഈ ഡ്രഗ്സിനെ കുറിച്ച് ഞാൻ പറയുക? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പലതും പറഞ്ഞു, അത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് ഞാൻ കേൾക്കും. അതിനെക്കുറിച്ച് നോ കമൻസ്.